എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ടീച്ചർ ആവണം എന്ന ഉദ്ദേശത്തിൽ പഠിക്കാൻ വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജ് വരാറുണ്ട്. മാത്രമല്ല മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് നമ്മൾ കോഴ്സ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കമൻസും അതിനെപ്പറ്റി വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റുഡൻസിന് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ചിലപ്പോൾ അബദ്ധത്തിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പം അതെന്താണെന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കോഴ്സുമുണ്ട്, മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ശരിക്കും ടീച്ചർ ആവണം എന്ന ഉദ്ദേശത്തിൽ ഇവിടെ പഠിക്കാൻ വരുന്ന ആളുകൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? അത് എപ്പോഴും മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് ആയിരിക്കും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ടീച്ചർ ആവാനുള്ള കോഴ്സല്ല. അപ്പോൾ എന്താണ് ഈ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ? അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് കോഴ്സും മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെയും കരിയർ ഔട്ട്കംസ് നോക്കാം. അപ്പം ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ കരിയർ ഔട്ട്കം ആയിട്ട് അവരിട്ടിരിക്കുന്നത് അവർ ഗ്രാജുവേറ്റ്സ് ഹാവ് പെർസ്യൂഡ് കരിയേഴ്സ് ആസ് പോളിസി അഡ്വൈസേഴ്സ്, സ്കൂൾ ലീഡേഴ്സ്, കരിക്കുലം അഡ്വൈസേഴ്സ് ആൻഡ് കൺസൾട്ടൻസ്. ഓക്കെ, അതാണ് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ്റെ കരിയർ ഔട്ട്കം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ കരിയർ ഔട്ട്കം നോക്കാം. അതായത് അവർ ഗ്രാജുവേറ്റ്സ് ഹാവ് പെർസ്യൂഡ്, ഇത് സെയിം യൂണിവേഴ്സിറ്റി ആയിട്ട് ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റർ ഓഫ് ടീച്ചിങ്. ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ. അവർ ഗ്രാജുവേറ്റ്സ് ഹാവ് പെർസ്യൂഡ് കരിയേഴ്സ് ഇൻ teachers in government independent Catholic schools, government private and non-profit organizations, education training and research, education consultancy, adult learning, community advocacy agencies, youth agencies. So ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചർ ആവാം. ഓക്കെ, സോ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ നിങ്ങൾ ഓസ്ട്രേലിയയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ടീച്ചർ ആവാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ്ങും മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ തമ്മിൽ വ്യത്യാസം? അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ വെച്ച് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ AITSL എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതാണ് ഓസ്ട്രേലിയയിലെ ടീച്ചേഴ്സിന് മൈഗ്രേഷൻ സ്കിൽ അസസ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥാപനം. അപ്പോൾ അവരുടെ അക്രഡിറ്റേഷനുള്ള കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ടീച്ചറായിട്ട് രജിസ്ട്രേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസ് വേണ്ട, അതായത് ആർക്കും കയറി ചെന്നങ്ങനെ ടീച്ചറാകാൻ പറ്റില്ല. ഇവിടുത്തെ സ്റ്റേറ്റുകളുടെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പം ഈ രജിസ്ട്രേഷൻ കിട്ടാൻ AITSLൻ്റെ അക്രഡിറ്റേഷനുള്ള മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ ഇവിടെ ടീച്ചറായിട്ട് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. പിന്നെ മൈഗ്രേഷൻ്റെ സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ PR എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ കോഴ്സ് കഴിഞ്ഞ് PR എടുക്കണം എന്നുണ്ടെങ്കിലും ഈ AITSLൻ്റെ സ്കിൽ അസസ്മെൻറ്റ് വേണം. അപ്പോൾ അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ AITSLൻ്റെ അക്രഡിറ്റേഷനുള്ള കോഴ്സ് പഠിക്കുക. മാത്രമല്ല ഈ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ടീച്ചിങ് പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ടീച്ചർ ആവാനുള്ള ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് കുറേ തിയറി പഠിക്കാമെന്നല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മേ ബി പ്രാക്ടിക്കൽ പ്ലേസ്മെൻ്റ് ആയിട്ട് കുറച്ച് സ്കൂളിൻ്റെ ഫംഗ്ഷൻ നിങ്ങളെ കാണിച്ചു തരുമായിരിക്കും, അല്ലാതെ ടീച്ചർ ആവാനുള്ള ഒരു ട്രെയിനിങ് അതിനകത്ത് ഉണ്ടാവില്ല. അപ്പം ഈ മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ്ങിൽ പക്ഷേ നിങ്ങൾക്ക് ടീച്ചർ ആവാനുള്ള ട്രെയിനിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. സോ ബേസിക്കലി ഈ രണ്ട് കോഴ്സും എൻറ്റയർലി ഡിഫറെൻറ്റ് കോഴ്സുകളും എൻറ്റയർലി ഡിഫറെൻറ്റ് ഔട്ട്കം ഉള്ള കോഴ്സുകളാണ്. സോ എപ്പോഴും നിങ്ങൾ അബദ്ധത്തിൽ പെടാതെ മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ എൻട്രി റിക്വയർമെൻറ്റിൻ്റെ കാര്യത്തിൽ ചിലപ്പം മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ്ങിലെ എൻട്രി റിക്വയർമെൻറ്റ് കുറച്ചും കൂടെ സ്ട്രിഞ്ചൻ്റ് ആണ്. കാരണം നിങ്ങളൊരു ടീച്ചർ ആവാനോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവാനുള്ള ഒരു കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ് മേ ബി IELTSൻ്റെ കാര്യം പറയുവാണെങ്കിൽ IELTS ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് 8ഉം ബാക്കി 2ഉം റീഡിങ് ആൻഡ് റൈറ്റിംഗ് 7 വേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് എടുത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ടീച്ചറാവാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നാട്ടിൽ നിന്ന് ടീച്ചറായി വരാൻ ഉദ്ദേശിക്കുന്ന BEd കഴിഞ്ഞ ആളുകൾക്ക് വരാൻ പറ്റും. BEd കഴിഞ്ഞിട്ട് അതിനകത്തൊരു 45 days എങ്കിലും സൂപ്പർവൈസ്ഡ് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്. ആ ഒരു സംഭവം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഒരു സൈൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ടീച്ചറായിട്ട് വരാം. അതിൻ്റെ കൂടെ തന്നെ IELTS ഞാൻ പറഞ്ഞ സ്കോർ, അക്കാഡമിക് IELTS, റീഡിങ് ആൻഡ് റൈറ്റിംഗ് 7, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് 8 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറായിട്ട് മൈഗ്രേറ്റ് ചെയ്യാം. സെയിം തിങ് ഇവിടുത്തെ ടീച്ചർ ക്വാളിഫിക്കേഷൻസിലേക്ക് എൻട്രി റിക്വയർമെൻറ്റും അതേ IELTS വേണം. ആ IELTSും പിന്നെ ലൈക്ക് എൻട്രി ചില യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി സ്പെസിഫിക്കേഷൻ വരെയുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ ടീച്ചർ ആവാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എടുത്തൊന്നാൽ ശരിയാവില്ല.
ശരിയാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ അത് നടക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നാട്ടിൽ നിന്ന് ഈ B.Edും ഈ സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്, അതിനുശേഷം ഓസ്ട്രേലിയയിൽ ജസ്റ്റ് ഒരു എൻട്രി മാത്രമാണ് നോക്കുന്നതെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ നോക്കാം. എന്നിട്ട് നിങ്ങളുടെ നാട്ടിലെ ഡിഗ്രിയും പിന്നെ IELTS ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്ത് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാം. ഇവിടെ ഒരു എൻട്രി എന്ന രീതിയിൽ മാത്രമേ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കൊള്ളുകയുള്ളൂ. അല്ലാതെ പിന്നെ ഈവൻ ലേറ്റർ ഓൺ കരിയർ വൈസ് ആണെങ്കിലും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ ലീഡർഷിപ്പിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യൽ എൻട്രി നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ടീച്ചറായിട്ട് പിന്നെയും റീജിയണൽ ഏരിയാസിലും റൂറൽ ഏരിയാസിലൊക്കെ ഇഷ്ടംപോലെ ഓപ്പണിങ്സ് ഉണ്ട്. ഈവൻ ഇപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഓപ്പണിങ്സ് ഉള്ള ഒരു സെക്ടറാണ്. സോ ബേസിക്കലി നിങ്ങൾ വരുമ്പം കോഴ്സ് എടുക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. കാരണം ഓസ്ട്രേലിയയിൽ പണ്ടത്തെ പോലെയല്ല, ഇപ്പം വരുന്ന എല്ലാവർക്കും PR കിട്ടും എന്നുള്ളൊരു അവസ്ഥയൊന്നുമില്ല. പണ്ടും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം അത്രയും കൂടി ഇല്ല. സോ ബേസിക്കലി നിങ്ങൾ ഇങ്ങനത്തെ കോഴ്സ് ഇങ്ങനെ മാറിയെടുത്ത് വന്ന് നിങ്ങൾ അബദ്ധത്തിൽ ചാടരുത്. ഓക്കെ, ഒരിക്കലും മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എടുക്കരുത്. നിങ്ങൾ ടീച്ചർ ആവാനാണ് ഉദ്ദേശമെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ടീച്ചിങ് തന്നെ എടുക്കുക. അപ്പോൾ അത് പല രീതിയിലുണ്ട്. പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഏർലി ചൈൽഡ്ഹുഡ്, അങ്ങനെ പലതുമുണ്ട്. നിങ്ങൾ ഏത് സെക്ടറിലാണോ നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ചിട്ട് കോഴ്സ് എടുക്കുക. അപ്പം ഈ വീഡിയോ കുറേ ക്ലാരിഫിക്കേഷൻ തന്നു വിചാരിക്കുന്നു. മേ ബി ഞാനൊന്ന് വേണമെങ്കിൽ ഓസ്ട്രേലിയൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രോഗ്രാമിൻ്റെയും മാസ്റ്റർ ഓഫ് ടീച്ചിങ് എന്ന പ്രോഗ്രാമിൻ്റെയും ലിങ്ക് അതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് രണ്ടും കമ്പയർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏത് കോഴ്സ് എടുക്കണമെന്ന്. ഡെഫിനറ്റ്ലി മാസ്റ്റർ ഓഫ് ടീച്ചിങ് എടുക്കാവുള്ളൂ. മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ടീച്ചർ ആവാനുള്ള കോഴ്സ് അല്ല, അത് ജസ്റ്റ് എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വേറെ പല ജോലികളും ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന രീതിയിലേക്ക് വരുന്നതാണ്. ആ ഒരു ജോലികൾക്ക് ഇവിടെ വലിയ സ്കോപ്പും ഇല്ല. ഓക്കെ, ടീച്ചേഴ്സിന് സ്കോപ്പുണ്ട്, അത് സത്യസന്ധമായ കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനും പിന്നെ ടീച്ചേഴ്സ് രജിസ്ട്രേഷനും അല്ലെങ്കിൽ AITSLൻ്റെ അക്രഡിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ PR കിട്ടാൻ നല്ല സ്കോപ്പുണ്ട്. വലിയ പോയിൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഇൻവിറ്റേഷൻ കിട്ടുന്ന ഒരു ഒക്യുപ്പേഷനാണ് ടീച്ചേഴ്സ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.